2026 ഫിഫ തുടങ്ങാനായി. അപ്പോൾ 2026 ഫിഫ ലോകകപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിച്ചാലോ? ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രധാനപ്പെട്ട സംഭവം വരുന്നുണ്ട്, അപ്പോൾ മിസ്സാക്കരുത്. 2026 ഫിഫ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? കാനഡ, അമേരിക്ക, മെക്സിക്കോ എന്നീ രാജ്യങ്ങളാണ് 2026 ഫിഫ ലോകകപ്പിന് വേദിയാകുന്നത്. കാനഡ, അമേരിക്ക, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ. എത്ര ടീമുകളാണ് 2026 ഫിഫ ലോകകപ്പിൽ പങ്കെടുക്കുന്നത്? 48 ടീമുകളാണ്. 48 ടീമുകളാണ് 2026 ഫിഫ ലോകകപ്പിൽ പങ്കെടുക്കുന്നത്. ഒഫീഷ്യൽ ബോളിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? 2026 ഫിഫ ലോകകപ്പിന്റെ ഒഫീഷ്യൽ ബോളിന് നൽകിയിരിക്കുന്ന പേര് ട്രിയോണ്ട എന്നാണ്. ട്രിയോണ്ട എന്ന സ്പാനിഷ് വാക്കിന് അർത്ഥം എന്തെന്ന് ചോദ്യം വരും. ട്രിയോണ്ട എന്ന സ്പാനിഷ് വാക്കിന് അർത്ഥം 3 തിരമാലകൾ എന്നാണ്. അല്ലേ? ട്രിയോ എന്നത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ട്രിയോണ്ട എന്ന സ്പാനിഷ് വാക്കിന് അർത്ഥം 3 തിരമാലകൾ എന്നാണ്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ചോദിക്കാം. ഈ 2026 ഫിഫ ലോകകപ്പിന് ഒരു പ്രത്യേകത ഉണ്ട്. ആദ്യമായി ഒരു മലയാളി കളിക്കാൻ പോവാണ്. അല്ലേ? ഖത്തർ ടീമിലാണ് കളിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ആ മലയാളിയുടെ പേരും സ്ഥലവും 2026 ഫിഫ ലോകകപ്പിൽ കളിക്കാൻ പോകുന്ന മലയാളിയുടെ പേരും സ്ഥലവും എല്ലാവരും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ 2026 ഫിഫ ലോകകപ്പിൽ ഫൈനലിൽ എത്തുന്ന 2 ടീമുകൾ ഏതൊക്കെയാണെന്നും അതിലേത് ടീമാണ് കപ്പടിക്കാന്നും ജസ്റ്റ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യുക. ആരാന്ന് വിജയിക്കുക നമുക്ക് നോക്കാം.